നമസ്കാരം. പ്രധാന വാർത്തകൾ. നടി കസ്തൂരിക്ക് തിരിച്ചടി. മുൻകൂർ ജാമ്യാപേക്ഷ തള്ളി ഹൈക്കോടതി. തെലുങ്ക് ജനതയ്ക്കെതിരായ അധിക്ഷേപ പരാമർശത്തിൽ നടി കസ്തൂരിക്ക് മുൻകൂർ ജാമ്യമില്ല. മദ്രാസ് ഹൈക്കോടതിയാണ് മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയത്. തെലുങ്ക് ജനതയ്ക്കെതിരെ നടിയും തമിഴ്നാട്ടിലെ BJP നേതാവുമായ കസ്തൂരി നടത്തിയ പരാമർശം വിവാദത്തിലായിരുന്നു. 300 വർഷങ്ങൾക്ക് മുമ്പ് രാജാവിന്റെ അന്തപുരത്തിൽ സേവ ചെയ്യാനായി എത്തിയ സ്ത്രീകളുടെ പിന്തുടർച്ചക്കാരാണ് തമിഴ്നാട്ടിൽ തെലുങ്ക് സംസാരിക്കുന്ന ആളുകൾ എന്നായിരുന്നു പരാമർശം. സംഭവത്തിൽ കസ്തൂരിക്കെതിരെ വിവിധ സംഘടനകൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. സ്വപ്ന സുരേഷിനെതിരായ വ്യാജ ഡിഗ്രി കേസിൽ വഴിത്തിരിവ്. കേസിലെ 2ാം പ്രതി മാപ്പുസാക്ഷിയായി. നയതന്ത്ര ബാഗേജ് വഴി സ്വർണം കടത്തിയെന്ന കേസിലെ പ്രതി സ്വപ്ന സുരേഷിനെതിരായ വ്യാജ ഡിഗ്രി കേസിൽ 2ാം പ്രതി മാപ്പുസാക്ഷിയായി. സ്വപ്നയ്ക്ക് വ്യാജരേഖ ഉണ്ടാക്കിയ സച്ചിൻ ദാസിനെയാണ് മാപ്പുസാക്ഷിയാക്കിയത്. സച്ചിന്റെ അപേക്ഷ തിരുവനന്തപുരം 1ാം ക്ലാസ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതി അംഗീകരിക്കുകയായിരുന്നു. സച്ചിനെ മാപ്പുസാക്ഷിയാക്കുന്നതിൽ എതിർപ്പില്ലെന്ന് പോലീസ് കോടതി അറിയിക്കുകയായിരുന്നു. 19 സച്ചിന്റെ മൊഴി കോടതി രേഖപ്പെടുത്തും. സച്ചിൻ പഞ്ചാബ് സ്വദേശിയാണ്. സച്ചിനെ മാപ്പുസാക്ഷിയാക്കിയതോടെ കേസിൽ ഒരു പ്രതി മാത്രമായി. CPS പാർക്കിലെ നിയമനത്തിനായി സ്വപ്ന വ്യാജ ബിരുദ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയിരുന്നു. മഹാരാഷ്ട്രയിലെ ബാബ അംബേദ്കർ യൂണിവേഴ്സിറ്റിയുടെ പേരിലാണ് വ്യാജരേഖ ഉണ്ടാക്കിയത്. സംഭവത്തിൽ കണ്ടോൺമെന്റ് പോലീസാണ് സ്വപ്ന സുരേഷിനെ പ്രതിയാക്കി കേസ് രജിസ്റ്റർ ചെയ്തത്. പാലക്കാട് കോൺഗ്രസിൽ വീണ്ടും രാജി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി CPM-ലേക്ക്. പാലക്കാട് കോൺഗ്രസിൽ വീണ്ടും രാജി. മഹിളാ കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി കൃഷ്ണകുമാരിയാണ് രാജിവെച്ചത്. കോൺഗ്രസിൽ നിന്നും രാജിവെച്ച കൃഷ്ണകുമാരി CPM-ൽ ചേരുമെന്നാണ് റിപ്പോർട്ട്. ശ്രീകൃഷ്ണപുരം കോൺഗ്രസ് ബ്ലോക്ക് കമ്മിറ്റി പ്രസിഡന്റായിരുന്നു കൃഷ്ണകുമാരി. കോൺഗ്രസിന്റെ BJP ബന്ധമാണ് പാർട്ടി വിടാൻ കാരണമെന്ന് കൃഷ്ണകുമാരി പറഞ്ഞു. കോൺഗ്രസ് വ്യാപകമായി വ്യാജ വോട്ടർമാരെ ചേർത്തെന്നും കൃഷ്ണകുമാരി ആരോപിച്ചു. വഴിയാത്രക്കാരുടെ നേർക്ക് ടിപ്പർ പാഞ്ഞുകയറി. ഒരാൾക്ക് ദാരുണാന്ത്യം. വഴിയാത്രികരുടെ നേർക്ക് ടിപ്പർ പാഞ്ഞുകയറി. അപകടത്തിൽ ഒരാൾ മരിച്ചു, ഒരാൾക്ക് പരിക്കേറ്റു. മലപ്പുറം പാണ്ടിക്കാടാണ് സംഭവം. മേലാറ്റൂർ സ്വദേശി ഹേമലതയാണ് മരിച്ചത്. 40 വയസ്സായിരുന്നു. പരിക്കേറ്റ സിന്ധുമോളെ പെരിന്തൽമണ്ണ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടിയെ പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയ മദ്രസ അധ്യാപകൻ അറസ്റ്റിൽ. വടക്കുംതല അജ്മൽ ഉസ്താദ് എന്നയാളാണ് അറസ്റ്റിലായത്. 2015 മുതൽ 2018 വരെയുള്ള കാലയളവിൽ പ്രായപൂർത്തിയാകാത്ത ആൺകുട്ടികളെ നിരന്തരം ലൈംഗിക പീഡനത്തിന് ഇരയാക്കിയെന്ന പരാതിയിലാണ് അജ്മൽ ഉസ്താദിനെ ചവറ പോലീസ് പിടികൂടിയത്. മദ്രസ അധ്യാപകനായ ഇയാൾ കുട്ടി പ്രായപൂർത്തിയാകുന്നതിന് മുമ്പ് നിരന്തരമായി പ്രകൃതി വിരുദ്ധ ലൈംഗിക പീഡനത്തിന് ഇരയാക്കുകയായിരുന്നു. മുതിർന്നതിന് ശേഷവും കുട്ടിയുടെ പെരുമാറ്റത്തിൽ ചില മാറ്റങ്ങൾ പ്രകടമായതിനെ തുടർന്ന് രക്ഷകർത്താക്കൾ നടത്തിയ അന്വേഷണത്തിലാണ് പീഡന വിവരം പുറത്തറിയുന്നത്. തുടർന്ന് ചവറ പോലീസിൽ പരാതി നൽകിയിരുന്നു.